ഈ മീനൊക്കെ എവിടെ നിന്ന് കിട്ടി നിങ്ങൾക്ക്? പിങ്കി മേടിച്ചു തന്നു, വാലന്റൈൻസ് ഡേ സ്പെഷ്യലായിട്ട്. ആണോ? നല്ല മീനല്ലേ. എടാ, നിങ്ങൾ പിങ്കിക്ക് എന്താ മേടിച്ചു കൊടുത്ത്? സിസ്റ്ററിന് നിങ്ങൾ വാങ്ങി കൊടുക്കണം. പോട്ടെ, എത്ര രൂപ ഇത്? ഇതിൻ്റെയൊക്കെ പേരെന്തോടാ സാജി? അത് ഫൈറ്റർ അല്ലെങ്കിൽ ബേട്ട എന്ന് പറയും. ബ്ലൂ മെയിലാണ്. ഫിഷുകളുടെ കൂട്ടത്തിൽ ബാക്കിൽ കൂടുതൽ ടെയിലുള്ളത് മെയിലായിരിക്കും, ഫീമെയിലിന് ടെയിൽ കുറവായിരിക്കും. ഗപ്പികൾക്കും ഫൈറ്റേഴ്സിനും അങ്ങനെയാണ്. അത് ശരി. അപ്പം നീ പറയുന്ന നീല ആണും ആ റെഡ് ഫീമെയിലും പെണ്ണും ആണല്ലേ? മറ്റേത് ഈ മീനെന്തോ? ഗപ്പി. സാരി ഗപ്പിയാണല്ലേ? ശരി, നല്ല രസമുണ്ടല്ലേ. എല്ലാം കൂടെ ഓടി നോക്കാം അവന്. എടാ, ഇത് കവറിനകത്ത് കെട്ടിയായിരുന്നു ഇട്ടിരുന്ന അവനെ. എന്തിനാണ് ഇങ്ങനെ പിന്നെ ഇട്ടിരുന്നത്? അത് ഇട്ടിരുന്ന ടെമ്പറേച്ചർ ഇതാവാൻ വേണ്ടി, അല്ലെങ്കിൽ ഫിഷിന് ഇത് സ്ട്രെസ്സായി പെട്ടെന്ന് ഡെഡ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. ഓ, അത് ശരി. എടാ, ഇതിനകത്ത് ഇടാൻ പറ്റുന്നില്ലായിരുന്നേ. ഇത് വലിയ പാടില്ല. കവറിൽ വെച്ചിട്ട് ആ ബൗളിലോട്ട് തട്ടാൻ ഭയങ്കര പാട്. ഭയങ്കര അധ്വാനമല്ലേ? നല്ല അധ്വാനിക്കേണ്ടി വന്നു. ഓ, അതിനാശ്വാസമായി. എനിക്ക് തന്നെ തോന്നുന്നു ഞാനൊരു അവതാരകയാണ്. എന്നാലും ഞാൻ ചോദിക്കട്ടെ, ഈ സാരിക്കപ്പി എത്ര ജോഡിയുണ്ട് മോനെ? 3 ജോഡിയുണ്ട്. ആണ്. എന്താ ഒരെണ്ണം വയറ് തള്ളിയിരിക്കുന്ന? അത് പ്രഗ്നന്റ് ആയിരിക്കും. പ്രഗ്നന്റാ? നമ്മൾ ഹെൽത്തി ഫുഡൊക്കെ കൊടുക്കണം. ഇതെന്താ ഫീഡ് ചെയ്യുന്നു. അത് 2 ബോട്ടിൽ എന്തിനാ? രണ്ടിനും 2 ഫുഡാണ്. ഗപ്പിക്ക് വേറെ, ഫൈറ്ററിന് വേറെ. ഓ, അങ്ങനെയുണ്ട്. എത്ര രൂപ? ഇനിയിപ്പം ഇതിനും കൂടെ ഫുഡ് മേടിക്കണമല്ലോ വീട്ടിൽ നിന്ന്. അത്രയൊന്നും ഇല്ല. നമ്മളെ ചോറേറിയൊക്കെ കൊടുത്താൽ മതിയാ. ഫൈറ്ററിന് കൊതുകിനെയൊക്കെ കൊടുക്കാം. ആണ്. ഇനിയിപ്പൊ കൊതുകിനെ പിടിക്കാൻ എന്റെ മക്കൾ നടക്കും. എങ്ങനെ പിടിക്കും? നമ്മളെ പിന്നെ ജനലൊന്നും തുറന്നില്ലാത്തോണ്ട് കൊതുകും കയറുന്നില്ല അകത്ത്. ഇനി പുറത്തിരിക്കുന്ന നിങ്ങൾ സന്ധ്യക്ക് കൊതുകിനെ പിടിച്ചിട്ട് കൊടുക്കാം. ഇപ്പൊ ഫുഡ് ഉണ്ടല്ലോ, ഇപ്പൊ അതിട്ട് കൊടുത്തു. ഇനി എത്ര നാളുണ്ടോ ആയുസ്? നേരം വിളിക്കുമ്പോ അത് മരിക്കും. അങ്ങനെയാണ്.